ഡാ ഇവിടെ വാ. ഒരു അഡോപ്ഷൻ പോസ്റ്റ് കണ്ടാണ് ഞാൻ ഇവനെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇവന് പ്രത്യേകിച്ചൊരു ബ്രീഡിൻ്റെ പേരൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഇവനെ നമുക്ക് തനി നാടൻ പട്ടിക്കുട്ടിയെന്നോ ഇന്ത്യൻ പരിയാഡോ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഈ പ്രത്യേകതരം നിറക്കൂട്ടാണ് ഇവനെ എൻ്റെ അടുത്ത് എത്തിച്ചത്. ബ്രിണ്ടിൽ കളർ കോട്ട്, ടൈഗർ സ്ട്രിപ്പ് കോട്ട്, തമിഴ്നാട്ടിൽ പുലിച്ചരൻ, നമ്മുടെ നാട്ടിൽ പുള്ളിവരയൻ എന്നൊക്കെയാണ് ഈ കളർ പാറ്റേൺ അറിയപ്പെടുന്നത്. അധികമാരും ഇഷ്ടപ്പെടാത്ത ഒരു പാറ്റേൺ, എന്നാൽ വളരെയധികം വിരളമായ ഒരു കളർ, അതാണ് ഈ ബ്രിണ്ടിൽ കളർ കോട്ട്. എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിലൊരു പുള്ളിവരയൻ ഉണ്ടായിരുന്നു. അന്നു മുതൽ ഞാനൊരു ബ്രിണ്ടിൽ ഡോഗ് ഫാനാണ്. ദാ ഇപ്പോൾ ഒരു പപ്പി അഡോപ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒരു ചെറിയ ആഗ്രഹം സഫലമായി. വീട്ടിൽ പോച്ച പറിക്കാൻ 2 ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. പ്രധാനമായും അവരുടെ ഗാർഡിങ്ങിനാണ് ഞാൻ ഇനി ഇവനെ ട്രെയിൻ ചെയ്യേണ്ടത്. ഈ കാണുന്ന ഈ 2 മുയലുകളാണ് എൻ്റെ പ്രധാന പുറംപണിക്കാർ. നമ്മൾ ഓരോരുത്തരും ഡോഗ്സിനെ വളർത്തുന്നത് ഓരോരോ പർപ്പസ് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണല്ലോ. എൻ്റെ മെയിൻ പർപ്പസ് ഈ മുയലുകളുടെ സംരക്ഷണ ചുമതല ഇവനെ ഏൽപ്പിക്കുക എന്നതാണ്. പരിശീലനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പപ്പിക്കുഞ്ഞിൻ്റെ പ്രേ ഡ്രൈവ് ആദ്യമൊന്ന് മാറ്റിയെടുക്കണം. അതിനുള്ള പരിശീലനം ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. വീടിനകത്തും പുറത്തും ഈ മുയലുകൾ എപ്പോഴും സ്വതന്ത്രരാണ്. ചുറ്റോട് ചുറ്റും ഓടി നടന്ന് പുല്ലുകളും കരിയിലകളും തിന്ന് ഇവരിവിടെ ജീവിച്ചു പോകുന്നു. മറ്റു മൃഗങ്ങളിൽ നിന്നും ഈ മുയലുകളെ സംരക്ഷിക്കുന്ന ചുമതലയാണ് ഇവനുള്ളത്. വലിയ പൂച്ചകൾ, തെരുവ് പട്ടികൾ, മരപ്പട്ടി, കീരി തുടങ്ങിയ ജീവികളൊക്കെയാണ് മുയലുകളെ പ്രധാനമായും ടാർഗറ്റ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ പരുന്തുകളും. അപ്പോൾ അവരിൽ നിന്നും ഒരു സംരക്ഷണം, അതാണ് ഇവൻ്റെ പ്രധാന ഉദ്ദേശം. എല്ലാവരും ഷെപ്പേർഡ് ഡോഗ്സിനെ വളർത്തുന്നു. ഞാനൊരു മുയൽ ഡോഗിന് വേണ്ടി പരിശ്രമം തുടങ്ങുകയാണ്. ഫ്ലോറിഡ വൈറ്റ് മുയലുകളുടെ ലക്ഷണമൊക്കെയുള്ള ഇവയെ വാങ്ങാൻ ചെന്നപ്പോൾ കടക്കാരൻ പറഞ്ഞത് നാടൻ മുയൽ എന്നാണ്. അപ്പോൾ ഇതിനും സ്പെസിഫിക് ബ്രീഡൊന്നും എനിക്ക് മെൻഷൻ ചെയ്യാനില്ല. ഒരു ബ്രീഡ് എന്നതിലുപരി നമ്മുടെ ആവശ്യങ്ങൾക്ക് എത്രത്തോളം ഉപയോഗപ്പെടുന്നു എന്നതാണ് സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകം. വീടിന് ചുറ്റും വളർന്നു വരുന്ന കളകളൊക്കെ തിന്ന് പരിസരം സംരക്ഷിക്കുന്നത് മുയലുകളാണ്. അവരെ സംരക്ഷിക്കാൻ നായക്കുട്ടി എത്രത്തോളം വിജയിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. മുയലുകൾ കുറേ നാളായി ഇവിടെയുണ്ട്. പെട്ടെന്നൊരു ദിവസം ഒരു നായക്കുട്ടിയെ അവരുടെ ടെറിട്ടറിയിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല. നായക്കുട്ടിയാണെങ്കിൽ പുതിയ എൻവയോൺമെൻറ്റുമായി പരിചയപ്പെട്ടു വരുന്നേ ഉള്ളൂ താനും.
ഫൂട്ടേജ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ മൂവരും ഒരുമിച്ചാണ്, നടപ്പും കിടപ്പും കളിയുമൊക്കെ. ഏകദേശം അവർ സെറ്റായെന്ന് തന്നെ പറയാം. അപ്പോൾ ബാക്കി വിശേഷം എപ്പോഴെങ്കിലും. നന്ദി, നമസ്കാരം.